UDF സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. തിരുവമ്പാടിയും ഗുരുവായൂർ, കളമശ്ശേരി, പട്ടാമ്പി സീറ്റുകൾ ലീഗുമായി വെച്ചുമാറുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. പട്ടാമ്പി വേണം, തിരുവമ്പാടി നൽകിയാണെന്നാണ് ലീഗിന്റെ നിലപാട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള ചർച്ചകളും പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച 100 സീറ്റുകളും ഇത്തവണ വേണമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. റോഷിപാൽ ഇപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടിയിലെ ഒരു പുതിയ ഡെവലപ്മെന്റ് ഇപ്പോൾ VS രഞ്ജിത്ത് പറയുകയുണ്ടായി. ബാക്കി കാര്യങ്ങളിൽ എങ്ങനെയാണ് ചർച്ചകൾ നീങ്ങുന്നത്? ചർച്ചകൾ നീങ്ങാത്ത വിധത്തിൽ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടോ റോഷിപാൽ? സ്മൃതി, സീറ്റ് വിഭജനത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസ് തമ്മിൽ ധാരണയെത്താൻ ശ്രമിച്ചത് ചില പ്രധാനപ്പെട്ട സീറ്റുകൾ പരസ്പരം വെച്ചുമാറുക എന്നത് അത് വിജയസാധ്യത മുൻനിർത്തി തന്നെയായിരുന്നു. അത് കോഴിക്കോട് ആദ്യഘട്ടം മുതൽ തന്നെ തിരുവമ്പാടി, ഒപ്പം അത് പട്ടാമ്പി സീറ്റുമായി വെച്ചുമാറാനുള്ള ആലോചനയായിരുന്നു. കോങ്ങാട് സീറ്റ് അത് ചേലക്കരയുമായി വെച്ചുമാറാനുള്ള ആലോചന. ഒപ്പം ഗുരുവായൂർ സീറ്റും കളമശ്ശേരി സീറ്റും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. പുനലൂർ സീറ്റ് കോൺഗ്രസിന് നൽകാമെന്ന് മുസ്ലിം ലീഗും. അതിൽ ചർച്ചകൾ 2-3 ഘട്ടത്തിൽ ചർച്ചകൾ നടന്നു. പക്ഷേ തീരുമാനമായിട്ടില്ല. തിരുവമ്പാടി സീറ്റ് വിട്ടുതരണമെങ്കിൽ പട്ടാമ്പി സീറ്റ് കൈമാറണമെന്ന നിർദ്ദേശം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചു. ഇന്നലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം PK കുഞ്ഞാലിക്കുട്ടിയുടെ ഓഫീസിൽ ചേർന്നു. ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഓഫീസിൽ മുസ്ലിം ലീഗ് നേതാക്കളുമായി നടക്കുന്നുണ്ട്. അത് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് യോഗത്തിൽ പട്ടാമ്പിയുടെ കാര്യത്തിൽ തിരുവമ്പാടിയുടെ കാര്യത്തിലും തീരുമാനമായില്ലെങ്കിൽ പിന്നീട് ചർച്ചകൾ യാത്രക്കിടയിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. തിരുവമ്പാടി, പട്ടാമ്പി സീറ്റുകൾ തമ്മിൽ കോൺഗ്രസ് മുസ്ലിം ലീഗും വെച്ചുമാറുമോ എന്ന കാര്യത്തിൽ തീരുമാനമാകേണ്ടത് ഇപ്പോൾ നടക്കുന്ന യോഗത്തിലാണ്. അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവിന്റെ നിയമസഭയിലെ ഓഫീസിൽ വെച്ച ആ യോഗം ആരംഭിച്ചത്. പട്ടാമ്പി മണ്ഡലം കൈമാറിയാൽ സീറ്റ് തരാം, തവന്നൂർ വെച്ചുമാറാനുള്ള നീക്കമായിരുന്നു കോൺഗ്രസ് നടത്തിയെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു. അങ്ങനെ തിരുവമ്പാടി കോൺഗ്രസിന് നൽകുകയാണെങ്കിൽ അവിടെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ VS ജോയിയെ പരിഗണിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ അത് നടക്കില്ല, അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തീരുമാനമാകും. ഇനി നടക്കുകയാണെങ്കിൽ പട്ടാമ്പി മുസ്ലിം ലീഗ് ഏറ്റെടുക്കും. ഒപ്പം തിരുവമ്പാടിയിൽ VS ജോയി സ്ഥാനാർത്ഥിയാകും. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.